സ്വർണ്ണപ്പാളി കൊള്ളയിൽ സഭയ്ക്ക് പുറത്തും പ്രതിഷേധം ശക്തമാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. കടകംപള്ളി സുരേന്ദ്രന്റെ പങ്ക് അന്വേഷിക്കണമെന്ന ആവശ്യം പ്രതിപക്ഷ നേതാവ് ഇന്നും ആവർത്തിച്ചു. നിയമസഭയിൽ പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് മറുപടിയുമായി മന്ത്രി വി.എൻ. വാസവൻ രംഗത്തെത്തി. പത്തനംതിട്ടയിലെ കോൺഗ്രസിന്റെ ഇന്നത്തെ വിശ്വാസ സംഗമം ശബരിമല കൊള്ളയിലെ പ്രതിഷേധത്തിന് വേദിയാകും. സ്വർണ്ണപ്പാളി കൊള്ളയിൽ കഴിഞ്ഞ 4 ദിവസമായി ചോദ്യോത്തരവേള തടസ്സപ്പെടുത്തിയാണ് നിയമസഭയിലെ പ്രതിപക്ഷ പ്രതിഷേധം സഭയ്ക്ക് പുറത്തേക്ക് കൂടി വ്യാപിപ്പിക്കുകയാണ് UDF. മന്ത്രി വി.എൻ. വാസവന്റെ രാജിക്കപ്പുറം CPM-നെ പൂർണ്ണമായും പ്രതിരോധത്തിലാക്കാനാണ് നീക്കം. ഇതിനായി കടകംപള്ളി സുരേന്ദ്രനെയാണ് പ്രതിപക്ഷം ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ ദിവസം കടകംപള്ളി സഭയിൽ മറുപടി നൽകിയെങ്കിലും പ്രതിപക്ഷ നേതാവ് ആരോപണം ഇന്നും ആവർത്തിച്ചു. ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ സ്റ്റേറ്റ്മെന്റും ദേവസ്വം മന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റും കുഴപ്പം മുഴുവൻ നടന്നത് 2019-ലാണെന്നാണ്. ആ 2019-ൽ ഈ ദ്വാരപാലക ശില്പം കോടീശ്വരന് വിറ്റഴിക്കുന്ന സമയത്ത് മന്ത്രിയായിരുന്ന ആളാണ് കടകംപള്ളി സുരേന്ദ്രൻ. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് വലിയ ബന്ധമാണ് കടകംപള്ളി സുരേന്ദ്രന് ഉള്ളത്. പത്തനംതിട്ടയിൽ നടക്കുന്ന പ്രതിഷേധ സംഗമത്തോടെ സ്വർണ്ണപ്പാളിയിലെ UDF പ്രതിഷേധം പുറത്തേക്കും വ്യാപിക്കും. അതിനിടയിലാണ് സ്വർണ്ണക്കൊള്ളയിലെ ദേവസ്വം മന്ത്രിയുടെ മറുപടി. ദേവസ്വം ബോർഡിന് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്താമെന്ന് പറഞ്ഞ മന്ത്രി പ്രതിപക്ഷത്തെ കടന്നാക്രമിച്ചു. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഊരിയെടുക്കാൻ കഴിയാത്ത പോലെ മഹാഭാരതത്തിൽ നമുക്കറിയാം, പത്മവ്യൂഹത്തിലകപ്പെട്ട അഭിമന്യുവിനെ പോലെയല്ലേ യഥാർത്ഥത്തിൽ പ്രതിപക്ഷം ഇന്ന് ഒളിച്ചോടിയത്. ശബരിമല ക്ഷേത്രത്തിൽ നിന്ന് ഒരു തരി പൊന്ന് ആരെങ്കിലും അടിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചവിടെ വെപ്പിക്കാനും അത് അടിച്ചു മാറ്റിയവനെ കയ്യാമം വെച്ച് കൽപ്പുറം കിടക്കാനും ശേഷിയുള്ളൊരു ഗവൺമെന്റാണ് ഇന്ന് കേരളം ഭരിക്കുന്നത്. നാളെ സഭാ സമ്മേളനം കഴിഞ്ഞാലും സ്വർണ്ണപ്പാളിയിലെ പോര് തുടരുമെന്ന സൂചനയാണ് ഭരണപ്രതിപക്ഷം നൽകുന്നത്. മീഡിയ 1 തിരുവനന്തപുരം.